ചരിത്രത്തിൽ കർത്താവെ സൺഡേ സ്കൂളിന്റെ ആ ചരിത്രം പഠിക്കുമ്പോൾ ഇതുപോലൊരു സന്ദർഭം കർത്താവെ പ്രാരംഭമായിട്ട് ഒരുക്കുവാൻ്റെ കർത്താവ് സഹായിച്ചു. കർത്താവെ സൺഡേ സ്കൂളോ ക്യാമ്പുകളോ അതിനനുസരിച്ചുള്ള ആ ഈ ശുശ്രൂഷ നടക്കാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു ക്രമീകരണം ചെയ്യുവാനായിട്ട് അവിടുന്ന് നീ അനുവദിച്ചതോർത്ത് അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡിന്റെ സെക്രട്ടറിയെയും വൈസ് ചെയർമാനെയും ബോർഡ് അംഗങ്ങളെയും മിഷണറി ടീമിനെയും ഒക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എൻ്റെ മക്കളുടെ ശുശ്രൂഷകൾക്കായിട്ട് അങ്ങേ വാഴ്ത്തുകയാണ് കർത്താവെ. ദൈവമേ, ഈ വെബിനാർ ക്രമീകരിപ്പാനും ഇതിന്റെ ടെക്നിക്കൽ ക്രമീകരണം ചെയ്യുവാനും അവിടുന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കലോർത്ത് അങ്ങേ വാഴ്ത്തുന്നു. പ്രിയ വിജിസാറിനായിട്ടും ബിൻസൺ അച്ഛനായിട്ടും ഗുരിൻസാമറിസ്റ്റനായിട്ടും മർക്കൂസ് അച്ഛനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ ഏകദേശം 270-ലധികം ഡിവൈസസ് ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, അടുത്തായ ഈ 1 മണിക്കൂർ അനുഗ്രഹത്തിന്റെ സമയമാക്കണം. കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവമുള്ളവരായും ദൈവകൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളർന്നവരായിരിക്കാനും സാക്ഷ്യമുള്ളവരായിരിക്കാനും കർത്താവെ കുഞ്ഞുങ്ങള് ദൈവനാമത്തിൽ നോക്കിക്കൊണ്ട് ജീവിപ്പാനും വളരുവാനും ഒക്കെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഭാഗമായി ചെയ്യുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ആദ്യയുടെ അവസാനം അവിടുത്തെ കൃപ കൂടെ ഇരിക്കണം. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവരെ കർത്താവ് കുട്ടിവരുത്തി ജോയിൻ ചെയ്യാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം ഉടനീളം യാതൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഇന്ററപ്ഷൻസും ഉണ്ടാകാതെ കർത്താവെ കാത്തുകൊള്ളണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭയും ബിഷപ്പുമാരെയും നിങ്ങളുടെ പ്രകാരെയും സുശിക്ഷ സേവന്മാരെയും വിശ്വാസ സമൂഹത്തെയും കർത്താവ് അനുഗ്രഹിക്കണം. നിങ്ങളുടെ ശുശ്രൂഷ ദൈവനാമത്വത്തിന് വേണ്ടി അഭംഗരം തുടരുവാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സഭയായി അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവ് സഹായിക്കണം. കർത്താവ് സ്പെഷ്യലായിട്ടും ക്ലാസ്സുകൾ എടുക്കുവാനും കർത്താവെ കഥകൾ പറയുവാനൊക്കെ കടന്നു വന്ന് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിന്റെ തിരുനാമം കർത്താവ് ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടിരിക്കും വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് നമുക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകി തരുവാൻ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും കർത്തൃനാമത്തില് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കൃത്യമായി ഇത്തരണത്തില് കർത്താവിന്റെ കൃപകളെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ആയിത്തീരുവാനായിട്ട് വലിയവനായ സഹായിക്കുന്നു. ബഹുമാനപ്പെട്ട ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനിയെ ഈ സമയം ഇന്നത്തെ ഈ വെബിനാറിലേക്ക് അതിന്റെ ഇനോഗ്രൽ മെസ്സേജ് ബഹുമാനപ്പെട്ട തിരുമേനിയാണ് നൽകുന്നത്. ഇതിലേക്ക് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വിവിധമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി തരുന്ന പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പ്രിയ ബിൻസൺ തോമസ് അച്ഛൻ, മർക്കോസ് അച്ഛൻ, അതുപോലെ സുശേഷൻ ഷിബു KG, അതുപോലെ ബൈബിൾ ലെസൺ നമ്മെ പഠിപ്പിക്കുന്നതായ ധന്യ ടീച്ചർ, ഇവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഓരോരുത്തരെയും പേരുപേരായി കർത്തൃസന്നിധിയിൽ ഇന്നത്തെ ഈ വെബിനാറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളില് ബോർഡ് മെമ്പേഴ്സായിട്ടും ഓർഗനൈസേഴ്സായിട്ടും ടീച്ചേഴ്സായിട്ടും മറ്റ് സൺഡേ സ്കൂളിന്റെ അഭ്യുത കാംക്ഷികളായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തില് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ വെബിനാർ ഇങ്ങനെ നടത്തണമെങ്കിൽ ദൈവ കൃപയില് ആശ്രയിച്ച് കടന്നു പോകുന്ന അനേകര് സഹകരിക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ആ സഹായ ഹസ്തങ്ങള് നീട്ടിക്കൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് ചുമൽ വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വിജയ് തോമസ് സാറ് തൻ്റെതായ സമയവും സൗകര്യങ്ങളും ഇത് ഈ സൂം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സാറിനെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സാറിന് വിവിധമായ ശുശ്രൂഷകളുണ്ട്. എന്റെ മധ്യേ സൺഡേ സ്കൂളിന് വേണ്ടിയും വേറിട്ടുകൊണ്ട് ഇന്ന് ഈ വൈകിയ വേളയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാറിനെ ഈ സമയത്ത്
ഈ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ കുട്ടികൾ വിവിധ ദേശങ്ങളില് അവര് മാതാപിതാക്കളോട് ചേർന്ന് അവരുടേതായ പഠനങ്ങളോട് ചേർന്ന് ഇപ്പോൾ ഭവനങ്ങളിലാണ് മിക്കവരും. ആ നിലയിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിലായിരിക്കാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയ മാതാപിതാക്കളെയും ഞാൻ ഈ സമയത്ത് സന്തോഷത്തോടുകൂടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒരുപോലെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ വിധമായ നിലയിൽ കൈത്താങ്ങിൽ പകരുന്ന എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് റിജു നമുക്ക് വേണ്ടുന്ന ആലോചനകൾ തന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വിധമായ നിലയിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി തരുന്ന ഈ സ്വാഗത പ്രസംഗത്തിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. വിവിധ നിലയില് വിവിധ ഭാഗങ്ങളില് സൺഡേ സ്കൂളിന്റെയും അതുപോലെ ഇടവുകളുടെയും ഉത്തരവാദിത്തത്തിലായിരിക്കുന്ന അച്ഛന്മാര് ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും പേരുപേരായി ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ദീർഘമായ സമയം നമുക്ക് എടുക്കുന്നതിനില്ല. ഇനിയും വളരെ പരിമിതമായ സമയം മാത്രമാണ് മുമ്പിലുള്ളത്. ആകയാല് ദൈവകൃപയില് ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകളിലായിരിക്കാം. അതാത് സമയങ്ങളിൽ തരുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക. പ്രത്യേകിച്ച് സംസാരിക്കുന്നവർ മാത്രം, പാട്ട് പാടുന്നവർ മാത്രം അവരുടെ ഓഡിയോ ഓൺ ചെയ്ത് ഈ ശുശ്രൂഷയിൽ സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും കൂടെ ഓഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശബ്ദം നിങ്ങളുടെ സ്പീക്കറിൽ കൂടെ തിരിച്ച് അത് റിഫ്ലക്ട് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുന്നവരും പാട്ട് പാടുന്നവരും ക്ലാസ് എടുക്കുന്നവരും മാത്രം ഓഡിയോ ഓൺ ചെയ്യുക. മറ്റുള്ളത് എപ്പോഴും ഓഫിൽ തന്നെ ആയിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഇത് കൈകാര്യം ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളും അത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആയിത്തീരാം. ഈ സമയത്ത് ബഹുമാനപ്പെട്ട എബ്രഹാം ചാക്കോ തിരുമേനി ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് വേണ്ടുന്ന ആലോചനകളെ പകരുന്നതാണ്. അതിനുശേഷം വിൻസെന്റ് തോമസ് അച്ഛൻ പാട്ട് പാടുന്നതിന് നമുക്ക് നേതൃത്വം നൽകും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സായം സന്ധ്യയിൽ നമുക്ക് ഇപ്രകാരം സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വെബിനാർ ക്രമീകരിക്കാനായിട്ട് കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പാർട്ടിസിപ്പന്റിന്റെ ആ ലിസ്റ്റ് നോക്കിയപ്പം ഏകദേശം 400-ൽ അധികം ഡിവൈസസ്, ഗാഡ്ജറ്റ്സ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്തും മാതാപിതാക്കളെ ഓർത്തും ദൈവത്തിന് നന്ദി കരയേറ്റും. നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ താല്പര്യത്തിനായിട്ടും സമർപ്പണത്തിനായിട്ട് ശുഷ്കാന്തിക്കായിട്ടും ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ COVID-19 പശ്ചാത്തലത്തിൽ സാധാരണ നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു സാധാരണതത്തിൽ കർത്താവ് നമ്മെ വഴി നടത്തുമ്പോൾ ഈ ആധുനിക സാങ്കേതിക ഉപയോഗിച്ച് വെബിനാറുകൾ ക്രമീകരിക്കാൻ കർത്താവ് കൃപ തരുന്നു. സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡ് ആദ്യമായിട്ട് ഇതിന് ചരിത്രം കുറിക്കുകയാണ്. ഇന്ന് സ്വർണ്ണ ലിപികളിൽ ഈ ദിനം എഴുതി ചേർക്കേണ്ട ഒരു ദിനമാണ്. സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഇതിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് പിന്നെ പ്രവർത്തിക്കുന്ന എവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ തരുണത്തിൽ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് തോമസ് എബ്രഹാം തിരുമേനിയുടെയും സഭാ ഔദ്യോഗിക ചുമതലക്കാരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മയും നമ്മുടെ സഭയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ദീർഘസമയം എടുക്കുന്നില്ല. ഒരു വേദഭാഗം വായിച്ച് ഞാൻ എൻ്റെ കർത്തവ്യത്തെ നിരൂപിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, Proverbs chapter 16 verse 20. ഞാൻ വായിക്കുന്നു. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. Whoever gives thought to the word will discover good, and blessed is he who trusts in the Lord. ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും.
നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നന്മ ആഗ്രഹിക്കുന്നവരാ. നന്മ കണ്ടെത്താനായിട്ട് കുറുക്കു വഴികളൊന്നുമില്ല. There is no shortcut to find or discover good. The only way to discover good is to obey God's word. ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ദൈവത്തിന്റെ വചനം ജീവിതത്തിന്റെ ഭാഗമായി ജീവിതം ദൈവത്തിന്റെ പ്രധാനപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നന്മ നൽകിത്തരും. അതുകൊണ്ട് എൻ്റെ കൊച്ചു കൂട്ടുകാരോട്, മർക്കോസ് അച്ഛൻ്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, കൊച്ചു കൂട്ടുകാരോട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ഈ ലോക്ക്ഡൗൺ പീരീഡും മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിലും ദൈവത്തിന്റെ ഉപദനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ഉപദനം അനുസരിക്കുകയും വായിച്ച് ധ്യാനിച്ച് അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് നന്മ നൽകിത്തരും. അതോടൊപ്പം ദൈവം നമ്മെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. Blessed is he who trusts in the Lord. ദൈവാശ്രയത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ലോകരാഷ്ട്രങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിൽ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന പ്രതിസന്ധികൾ, അധർമ്മങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, ഇതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായ ജീവിതശൈലിയിൽ മുൻപോട്ട് പോകണമെങ്കിൽ ധാർമ്മികതയുടെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നാം മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നവരും ദൈവവചനം പ്രമാണിക്കുന്നവരും യഹോവയിൽ ആശ്രയിക്കുന്നവരുമായിരിക്കണം. നമ്മുടെ സഭയുടെ സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡിന്റെ മുഖ്യ ലക്ഷ്യവും അതുതന്നെയാണല്ലോ. കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളർന്നു വരിക, ദൈവത്തെ സന്തോഷ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോവുക, ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുക. ഞാൻ സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡിന്റെ എല്ലാ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ ദേശത്ത് നടക്കുന്ന സൺഡേ സ്കൂളിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും ഹെഡ് മാസ്റ്റേഴ്സിനെയും ഓർഗനൈസർമാരെയും ഒക്കെ ഓർത്ത് ദൈവത്തെ നന്ദി കരറ്റുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം വാഴ്ത്തട്ടെ. തുടർന്നും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ വലിയ ശുശ്രൂഷ തുടർന്ന് നമുക്ക് ഉത്സാഹത്തോടെ വിശ്വസ്തയോടെ നമുക്ക് മുന്നേറാം. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ തരുണത്തിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെബിനാർ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നത്തെ ഈ വെബിനാർ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഓവർ ടു കുര്യൻ സംവരിച്ചു. ഈ സമയത്ത് ബിൻസൻ അച്ഛൻ നമുക്ക് ഏവർക്കും വേണ്ടി ഒരു പാട്ട് പഠിപ്പിക്കുകയും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ആ പാട്ട് വളരെ സന്തോഷത്തോടെ പഠിക്കുകയും ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ബിൻസൻ അച്ഛനെ അതിനുവേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു തിരുമേനി. യേശുപ്പച്ചന്റെ കുഞ്ഞുങ്ങളെ, എല്ലാവരും സന്തോഷത്തോടു കൂടെയാണോ ആയിരിക്കുന്നത്? നമുക്ക് ക്യാമ്പായിട്ടൊന്നും ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ല. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങൾക്ക്, ഫ്ലാറ്റിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ഈസി ആയിട്ടുള്ള ഡേയ്സ് അല്ല നമ്മളിപ്പോൾ കടന്നു പോകുന്നത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകണം എന്നൊക്കെ ഒത്തിരി നാൾ കുറച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, സ്കൂളിൽ പോകാൻ ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും. എന്നാലൊരു ലോങ് ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് സ്കൂളിലൊന്നും പോകാൻ കഴിയുന്നില്ല, നമ്മളുടെ കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ, ഇപ്പോഴും നിങ്ങൾ ഓൺലൈനകത്ത് സൺഡേ സ്കൂളിന്റെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പഠിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ എനിക്കറിയാം ചാറ്റ് ബോക്സിലൊക്കെ ഒത്തിരി ഹായ് ഹലോ ഹായ് ഹലോ ഹായ് ഹലോ മെസ്സേജസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ മെസ്സേജ് ചെയ്തതിന് കുഴപ്പമില്ല, പക്ഷേ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ
മെസ്സേജ് അയക്കാനുള്ള ടൈം നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എനഫ് ടൈം ടു ചാറ്റ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടും. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് യേശു കേൾക്കാൻ, യേശുവിനെ കുറിച്ച് പഠിക്കാൻ. നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം ഇങ്ങനെ. ഒരു പക്ഷേ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് നമ്മൾ കൂടി വരുന്നത്. എന്നാൽ ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ദൈവവചനം പഠിക്കാനായിട്ട് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. നമ്മൾ ഒത്തിരി പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കറിയാം അവിടെ ഇരിക്കുന്ന ചില സ്ക്രീനിലൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അടുത്തിരിക്കുന്ന ആള് സിസ്റ്ററിനെ ഒക്കെ തോണ്ടുന്നുണ്ട്, ചിലര് കണ്ണെ കുത്താൻ നോക്കുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് പോടാ മാറി നിൽക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചിലരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ നല്ല കൂട്ടുകാരാണെന്ന് എനിക്ക് അറിയാം. ഒരു മകനാണ്, മകളാണ് എന്ന്. How many of you can tell that you are a child of God? നിങ്ങളൊരു കർത്താവിന്റെ കുഞ്ഞാണ് എന്ന്, ഒരു പൈതലാണ് എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? നമ്മൾ വെറുതെ ഇങ്ങനെ വരുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ മാത്രം പറയുന്നതാണോ, അത് നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുമോ ഞാനൊരു കർത്താവിന്റെ കുഞ്ഞാണ്, പൈതലാണ് എന്ന്? നമുക്ക് ദൈവവചനം പഠിപ്പിക്കുന്നു 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. 2 Corinthians chapter 5 verse 17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ് യു ആർ എ ന്യൂ ക്രിയേഷൻ. നമ്മൾ കർത്താവിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഒരു ക്രിയേഷൻ ആയിട്ട് മാറുന്നു, ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ദ ഓൾഡ് ഹാസ് പാസ്ഡ് അവേ, ദ ന്യൂ ഹാസ് കം. ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ കർത്താവിന്റെ മുൻപില്, നമ്മളുടെ മാതാപിതാക്കളുടെ മുൻപില്, നമ്മളെ കാണുന്നവരുടെ കേൾക്കുന്നവരുടെ മുൻപിലൊക്കെ നാം നിൽക്കേണ്ടുന്നവരാണ്. ഇന്ന് അച്ഛനങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന പാട്ട് ഈ ചെറിയ ഒരു ആ വാക്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ഒരു പക്ഷേ ചിലർക്കൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, വിഷമിക്കേണ്ട. ഒരു ചെറിയൊരു ആക്ഷനും അച്ഛനങ്ങൾ തയ്യാറാവരും. അതത് സ്ഥലങ്ങളിൽ ഒരു പക്ഷെ നിങ്ങളുടെ വീഡിയോ ഓഫ് ആയിരിക്കാം, നിങ്ങൾ ഇത് നന്നായിട്ട് കേട്ട്, ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായേക്കാം, നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായേക്കാം. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ യേശുപ്പച്ചനോട് കൂടെയാണ് ഇരിക്കുന്നത്. യേശുപ്പച്ചൻ നമ്മളെ കാണുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെ കാണുമായിരിക്കാം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, പേരൻസിനും ഒക്കെ ജോയിൻ ചെയ്യാം, ചേർന്ന് നമ്മൾ ഈ പാട്ട് ഒന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. അതിന്റെ വരികൾ ഇങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി. പിന്നീട് ഹാലേലൂയ എന്ന് മാത്രം. എളുപ്പം പഠിക്കാൻ പറ്റുന്ന ലൈനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി. അതിന്റെ ഹിന്ദിയും കൂടെ ഉണ്ട്, നിങ്ങൾ പഠിക്കണം. അതും കൂടെ സ്ക്രീനിനകത്ത് നമ്മളത് കാണിക്കും. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർ ബുക്കും പെൻസിലും എടുത്ത്, അല്ലെങ്കിൽ പേനയും ബുക്കും എടുത്ത് അത് എഴുതി വെക്കണം. യദി കോയി മസ്തി ഹേ തോ വോ നയേ സൃഷ്ടി ഹേ, പുരാനി ഗയി സബി ബാത്തെ നയി ഹോ ഗയി. ഓക്കെ, ആ പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ചേർന്ന് പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വേഗം പഠിക്കാൻ കഴിയുന്ന ഒരു പാട്ടാണ്. അച്ഛനത് സ്ക്രീൻ ഷെയർ ചെയ്യാം. അത് ആ സമയത്ത് തന്നെ പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്ത് പാടും. നിങ്ങൾ ഒരു പ്രാവശ്യം കേൾക്കുക, അതിനുശേഷം ഒരു പ്രാവശ്യം നമ്മൾ ചേർന്നൊന്ന് പാടാം. അതിനുശേഷം അതിന്റെ ആക്ഷൻ ചെയ്യാനായിട്ടുള്ള സമയം അനുസരിച്ച് മാർക്കോസ് അച്ഛൻ അതിനുള്ള ക്രമീകരണം ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയതു കഴിഞ്ഞു പോയി, ഇത സകലതും പുതുതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയതു കഴിഞ്ഞു പോയി, ഇത സകലതും പുതുതായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
सृष्टि है, पुरानी बातें बीत गई, सब बातें नहीं हो गई। यदि कोई मसीह में है तो वो नई सृष्टि है, पुरानी बातें बीत गई, सब बातें नहीं हो गई। हालेलुया 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 हालेलुया। ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയതു കഴിഞ്ഞു പോയി, ഇത സകലതും പുതുതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയതു കഴിഞ്ഞു പോയി, ഇത സകലതും പുതുതായി. Hallelujah, 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 hallelujah. मसीह में है तो वो नई सृष्टि है, पुरानी बातें बीत गई, सब बातें नहीं हो गई। यदि कोई मसीह में है तो वो नई सृष्टि है, पुरानी बातें बीत गई, सब बातें नहीं हो गई। हालेलुया 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 हालेलुया। ഇപ്പം ഷിബു സുശേഷൻ ഷിബു കെ ജി വാക്യം പഠിപ്പിക്കുന്നതിനായിട്ട് ഇപ്പോൾ സമയമെടുക്കുന്നതാണ്. എല്ലാവരും മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുക അല്ലെ. ചില കുസൃതികളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്, എങ്കിലും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾ കേട്ടു. എന്നാൽ അതിന്റെ ആശയം പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ചെറിയ തകരാറുകളൊക്കെ പറ്റി. എന്നാലും സാരമില്ല, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മനോഹരമായിട്ടുള്ള ആക്ഷൻ നമുക്ക് കളിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ. നല്ല അവധി ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇരുന്നു. അതുകൊണ്ട് ഈ സമയങ്ങളിൽ വീട്ടിലുകളിൽ ഇരുന്ന് നമ്മൾ പാട്ടുകളും കളികളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു പാട്ട് കേട്ടു. എന്നാൽ ആ പാട്ടിൽ കൂടെ ഒരു വാക്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, അത് പുതുതായി തീർന്നു. അപ്പൊ ഒരു വാക്യം നമ്മൾ പാട്ടിലൂടെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ്. അറിയാമോ? പുതിയ നിയമത്തില് എത്ര സുവിശേഷങ്ങളുണ്ടെന്ന് പറയാമോ? 4 സുവിശേഷങ്ങളുണ്ട് അല്ലെ. എല്ലാവർക്കും അറിയല്ലേ? ഏതൊക്കെയാണ്? 1 മത്തായിയുടെ സുവിശേഷം, 2 മർക്കോസിന്റെ സുവിശേഷം, 3 ലൂക്കോസിന്റെ സുവിശേഷം, 4 യോഹന്നാന്റെ സുവിശേഷം അല്ലെ. അതില് ഞാനിത് പഠിപ്പിക്കാൻ പോകുന്ന വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു വാക്യമായിരിക്കാം. അതിൽ ഞാൻ 3-ാമത്തെ സുവിശേഷം ഏതാ പറഞ്ഞത്?
ലൂക്കോസിന്റെ സുവിശേഷം അല്ലെ. ചില കൂട്ടുകാർ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം എന്ന്. എന്നാൽ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് 19-ാം അധ്യായത്തിലാണെന്നാണ് ഞാൻ പറയാൻ പോകുന്ന വാക്ക്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായോ? 19-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ആരുടെ കഥയാണ്? കൂട്ടുകാർ പറയുന്നുണ്ട് അത് സക്കായിയുടെ കഥയാണ് അല്ലെ. യേശുപ്പച്ചൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു മരത്തില് മുകളില് ഒരു കുഞ്ഞു മനുഷ്യനായ ഒരു സക്കായി ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ആ സക്കായിയുടെ ആഗ്രഹത്തെ മാനിച്ച് യേശു അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അപ്പച്ചൻ എല്ലാവരോടും പറഞ്ഞ ഒരു വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് വാക്യം ഏതാണെന്ന്? ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. 1-ാമത്തെ ഭാഗം എന്താണ്? ഇതൊന്ന് കാണാമോ? കാണാതെ പോയതിനെ, അവിടെ 1-ാമത്തെ കാണാതെ പോയതിനെ അല്ലെ, കാണാതെ പോയതിനെ. പിന്നെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഏതാണ് അതിന്റെ റെഫറൻസ്? ഏതാണ്? ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഒന്ന് പറഞ്ഞേ എല്ലാവരും. അവര് ഇന്നപ്പോ കളികളിലേക്ക് ഒന്നും ഏർപ്പെടാതെ ഇതിലേക്ക് നോക്കി ഒന്ന് പറഞ്ഞ്. ഈ വാക്യമൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് കാണാമല്ലോ. കാണാതെ പോയതിനെ പറഞ്ഞ്, പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഒന്ന് ഉറക്കെ പറഞ്ഞേ എല്ലാവരും. ഒന്ന് ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഒന്നും കൂടി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. ചില കൂട്ടുകാരൊക്കെ പറയാതെ ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് എല്ലാ കൂട്ടുകാരും ഒന്ന് ഉറക്കെ പറയാൻ ശ്രമിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി നമുക്ക് പറയാം. കാണാതെ പോയതിനെ, ഉറക്കെ പറഞ്ഞ്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. ഒന്ന് വേഗത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞ് നമുക്ക് ഈ വാക്യം, നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പൊ ആ കഥ കേൾക്കുന്നതിന് മുൻപ് ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പാട്ടുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്യം മറന്നു പോകരുത്. നിങ്ങൾ കഥ പഠിക്കുമ്പോഴും ഈ വാക്യം മറന്നു പോകാതെ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ടീച്ചർ കഥകളൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഒരിക്കൽ കൂടി വേഗത്തിൽ പറയാം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ വാക്യം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ട്, എന്നാൽ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത കഥ കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. ഒരിക്കൽ കൂടി പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഠിച്ച എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട്. ഇനിയും പുതിയ വാക്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ബൈബിൾ ലെസൺ പഠിപ്പിക്കുന്നതിനായിട്ട്
ധന്യ ദാനി ടീച്ചറിനെ ഞാൻ ഈ സമയം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്ത് വീഡിയോയും ഓൺ ചെയ്തുകൊണ്ട് ടീച്ചർ ക്ലാസ് ആരംഭിച്ചാലും. ഹായ്, ഹലോ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? അച്ഛൻ നിങ്ങളോട് ഞാനൊരു കഥ പറഞ്ഞു തരും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇന്നൊരു ഇന്റർവ്യൂ ആണ് ഇവിടെ നടത്തുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. ഇന്ന് എന്റെ കൂടെ ഇവിടെ സമരിയായിലെ സുഖ്ര എന്ന പേരുള്ള ഒരു പട്ടണത്തിൽ നിന്ന് ഒരു വ്യക്തിയാണ് വന്നിരിക്കുന്നത്. അവിടെ വളരെ മോശമായ ഒരു നിലയിലായിരുന്നു ഈ വ്യക്തി ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തി നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയായി മാറിയത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. പക്ഷെ ഒറ്റ ഒരു പ്രോബ്ലമേ ഉള്ളൂ, എനിക്ക് ഈ വ്യക്തിയുടെ ശരിക്കുള്ള പേരെന്ത് എന്ന് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും നമുക്ക് ഈ വ്യക്തിയെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, താങ്കൾക്ക് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് താങ്കളുടെ ശരിയായ പേരെന്താണ്? നിങ്ങൾ എല്ലാവരും എന്നെ അറിയുന്നത് സമരിയക്കാരി സ്ത്രീ എന്നല്ലേ? എനിക്ക് അങ്ങനെ തന്നെ അറിയപ്പെടുന്നതിലാണ് സന്തോഷം. എന്റെ ശരിക്കുള്ള പേരിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പാപിയായിരുന്നു. പക്ഷേ ദൈവം എന്നെ തേടി വന്നപ്പോൾ എന്റെ ജീവിതം മുഴുവൻ മാറി. അതുകൊണ്ട് ഞാൻ സമരിയക്കാരി സ്ത്രീ എന്ന് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാണ് അറിയേണ്ടത്. താങ്കൾ എങ്ങനെ വെച്ചാണ് യേശുവിനെ കണ്ടത്? അതോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ സമരിയായി എന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇത് യാക്കോബ് പിതാവ് യോസേഫിന് കൊടുത്ത നിലത്തിനരികിലാണ്. അവിടെ യാക്കോബ് പിതാവിന്റെ ഒരു കിണറുമുണ്ട്. ഈ കിണറ്റിൽ നിന്നാണ് ഞാൻ എന്നും വെള്ളം കോരുന്നത്. ഓ, അപ്പോൾ വെള്ളം കോരാൻ പോയപ്പോഴാണോ യേശുവിനെ കണ്ടത്? അതെ, ഒരു ദിവസം ഞാൻ അവിടെ വെള്ളം കോരാൻ പോയപ്പോഴാണ് യേശുവിനെ കണ്ടത്. യേശു എന്നോട് ചോദിച്ചു, കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന്. വേറെ ആരും ഇല്ലായിരുന്നോ യേശുവിന്റെ കൂടെ? ഞാൻ കാണുമ്പോൾ യേശു തനിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ശിഷ്യന്മാര് ഭക്ഷണം വാങ്ങിക്കാൻ പോയിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ താങ്കൾ യേശുവിന് വെള്ളം കൊടുത്തോ? അയ്യോ, എന്താണ് ഈ പറയുന്നത്? ആ കാലത്ത് യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഞാൻ അത് തന്നെയാണ് യേശുവിനോട് ചോദിച്ചതും. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? യേശു എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള ജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ ജലം കിട്ടിയോ? ഞാൻ നോക്കിയപ്പോൾ യേശുവിന്റെ കയ്യിൽ പാത്രം പോലുമില്ലായിരുന്നു കോരുവാൻ. പിന്നെ നിനക്ക് ജീവജലം എവിടുന്ന് എന്ന് ഞാൻ യേശുവിനോട് ചോദിച്ചു. അപ്പോൾ താങ്കൾ യേശുവിനെ സംശയിച്ചോ? അന്ന് യേശു ആര് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കറിയാവുന്നതിൽ ഏറ്റവും വലിയ വ്യക്തി ഞങ്ങൾക്ക് ആ കിണർ തന്ന പിതാവായ യാക്കോബായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശു എന്താ
പിതാവായ യാക്കോബിനേക്കാളും വലിയ ആളാണോ? അപ്പോൾ യേശു ദേഷ്യപ്പെട്ടോ? ഇല്ല. യേശു എന്നോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും ഇനിയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു കാലത്തും ദാഹിക്കുകയില്ല. അതിന് താങ്കൾ എന്ത് പറഞ്ഞു? ആ വെള്ളം കുടിച്ചാൽ ദാഹിക്കുകയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ എനിക്കത് നൽകണം എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു എന്നോട് എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ യേശുവിനോട് എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപരിചിതനായതുകൊണ്ട് എന്നെ കുറിച്ച് അറിയില്ല എന്ന് വിചാരിച്ചു. ശരിയല്ലേ? യേശു അന്ന് ആദ്യമായിട്ടല്ലേ താങ്കളെ കണ്ടത്? പക്ഷേ യേശുവിന് എല്ലാം അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ യേശുവിനെ കാണുന്നതിന് മുമ്പ് ഞാൻ പാപത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉള്ളതോ ഭർത്താവല്ലായിരുന്നു. യേശു ഇതെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ നേരത്ത് താങ്കൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് തോന്നി യേശു ഒരു പ്രവാചകനായിരിക്കും എന്ന്. അതുകൊണ്ട് ഞാൻ യേശുവിനോട് ഞങ്ങൾ സമയക്കാരും യഹൂദന്മാരും തമ്മിൽ നമസ്കരിക്കുന്നതിലും ഉള്ള വ്യത്യാസത്തെ പറ്റി സംസാരിച്ചു. അതിന് യേശു എന്ത് പറഞ്ഞു? യേശു പറഞ്ഞു, വിശ്വാസികൾ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദൈവം ആത്മാവാകുന്നു. അതുകൊണ്ട് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും പൂർണ്ണ ഹൃദയത്തോടെ വേണം നമസ്കരിക്കാൻ. എവിടെ നമസ്കരിക്കുന്നു എന്നതിൽ അല്ല കാര്യം. അതിൽ നിന്ന് താങ്കൾക്ക് എന്ത് മനസ്സിലായി? ആ സമയത്ത് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ യേശുവിനോട് പറഞ്ഞു, മശിഹ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്ന്. അതിന് യേശു അല്ലേ മസിഹ? അതെ അതെ, യേശു ആ സമയത്താണ് ആ വലിയ രഹസ്യം എന്നോട് പറഞ്ഞത്. യേശു തന്നെയാണ് മസിഹ എന്നത്. ഇത്ര വലിയ രഹസ്യം അറിഞ്ഞപ്പോൾ താങ്കൾ എന്താണ് ചെയ്തത്? ഞാൻ എന്റെ കുടവും എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞു. താങ്കളുടെ ഈ ജീവിത കഥ കേട്ട് ഞങ്ങൾക്കും നല്ലൊരു സാക്ഷ്യം കേട്ടതായിട്ടുണ്ടല്ലോ. താങ്കൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുഞ്ഞുങ്ങളെ, പാപിയായിരുന്ന എന്നെ യേശു നേരിൽ വന്നാണ് റീച്ച് ചെയ്തത്. അങ്ങനെ ആണ് ഞാൻ യേശു തന്നെയാണ് മസിഹ എന്ന വലിയ സത്യം അറിഞ്ഞത്. പക്ഷേ ദൈവം നിങ്ങളെ റീച്ച് ചെയ്യാൻ ഞങ്ങളെ പോലുള്ളവരുടെ സാക്ഷ്യമാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിങ്ങൾ അവന്റെ നല്ല സാക്ഷികളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമരിയായിൽ നിന്ന് വന്ന് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ച് താങ്കൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആന്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതായാലും ദൈവം നിങ്ങളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു മാഡം. നല്ല ഇംപ്രസീവ് ആയിട്ട് ആ കഥ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പല കുഞ്ഞുങ്ങളും ടീച്ചറിന്റെ ആക്ഷന് സഹിതം
ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും ടീച്ചറിനോട് കടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ആ ഹൃദയകരമായ നിലയിൽ ആ വാക്യത്തെ അടിസ്ഥാനമാക്കി ആ ബൈബിൾ സ്റ്റോറി പറഞ്ഞ ബഹുമാനപ്പെട്ട ടീച്ചറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് നമ്മുടെ സൺഡേ സ്കൂൾ ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന CP മർക്കോസ് അച്ഛൻ തന്റെ ശുശ്രൂഷയില് ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തില് തനിക്ക് ആവോളം അത് ആസ്വദിച്ചുകൊണ്ട് അത് ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു മാന്യ ദേഹമാണല്ലോ. നമുക്ക് എല്ലാവർക്കും അച്ഛനെ നല്ല പരിചയമാണ്. പ്രത്യേകിച്ച് പോയ 2, 3, 4 മാസക്കാലം വളരെ സങ്കീർണമായ അനുഭവത്തിൽ കൂടെ അച്ഛൻ യാത്ര ചെയ്യേണ്ടി വന്നു. അച്ഛന് ഭവനത്തിലെ ഏറ്റവും ഇളയ മകനാണ്. അതിന്റെ പിതാവ് 90 വയസ്സിനപ്പുറം ചെന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടപ്പോൾ ആ കാലഘട്ടങ്ങളില് പിതാവിനെ ശുശ്രൂഷിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെയും സൺഡേ സ്കൂളിന്റെ പാഠപദ്ധതികളെ തയ്യാറാക്കുന്നതിലും വളരെ ഉത്സാഹത്തോടെ നിലനിന്ന് ഇന്ന് സഭയുടെ ബോർഡിന്റെ ചുമതലയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട CP മർക്കോസ് അച്ഛനെ ഞാൻ ആദരപൂർവ്വം തുടർന്നുള്ള മിഷണറി സ്റ്റോറി പറയുന്നതിനേക്കായിട്ട് അച്ഛനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കാണാമോ? കാണാം. ഓക്കെ, ഒരു കൊച്ചു കഥ, അനുഭവ കഥ, ഒരാളുടെ ജീവചരിത്രം നിങ്ങളുടെ മുൻപാകെ പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനിടയ്ക്ക് വിൻസെന്റ് ഒരു പാട്ടുണ്ടായിരുന്നു, പഠിപ്പിച്ച പാട്ട് ഒന്നും കൂടെ പാടുന്നതിനുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നു സമയം പോയതുകൊണ്ട് സാം കുര്യനച്ഛൻ അത് വേണ്ട എന്ന് വെച്ചു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഞാനൊരു കുഞ്ഞ് മിഷണറിയുടെ അനുഭവം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഷെയർ എ സ്മോൾ ലൈഫ് സ്റ്റോറി അബൌട്ട് എ മാൻ who was born in India and of whom God used. ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടു കാണും, ചില സമയത്തെങ്കിലും ആളുകൾ കൈ നോക്കുന്ന ആളുകളുടെ അടുക്ക പോയി ഇരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു പ്രായമുള്ളതായിട്ടൊരു വ്യക്തി സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഗ്രാമമായി പോയി സാരി വിൽക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സാരി മേടിക്കാനായി പലരും വരും. സാരി മേടിക്കുകയും സാരി വിൽക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഇടയ്ക്ക് പറയും, എനിക്ക് സാരി വിൽപ്പന മാത്രമല്ല പണി, കയ്യും നോക്കും. He used to sell sarees, but in between you say that I'm also able to say your fortune by looking your hands. So ചിലരൊക്കെ സാരി മേടിക്കും, ചിലരൊക്കെ കൈ നോക്കും. രണ്ടായാലും അദ്ദേഹത്തിന് പൈസ കിട്ടും. സാരി മേടിച്ചാലും ആളുകൾ മേടിച്ചാലും കൈ നോട്ടം നോക്കിയാലും പൈസ കിട്ടും. പക്ഷെ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഫോർച്യൂൺ ടെല്ലിങ്ങും ആസ്ട്രോളജിയും അതേപോലെ മാജിഷ്യന്റെ ആയിട്ടുള്ള ജോലികളും അതൊന്നും ചേരുന്നതല്ല, അതിന് ദൈവം വെറുക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും ഈ ആളുകൾക്ക് അറിയുകയില്ല. അങ്ങനെ മമ്മി സാരി മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കൂടെ പോയിരുന്ന കൊച്ചുമോൻ പറഞ്ഞു, മമ്മി എന്റെ കൈയും കൂടെ നോക്കണം. There was a small boy who went along with his mummy to get a sari, and after she bought a sari, this man said, I'll do the palm reading and say about the future. And this lady also showed her hand, and he said about the future. And meanwhile, the small boy who was standing close to her mother said, Mummy, I also want to get my hand read. And she instantly agreed so that the small boy also could show his hand. അങ്ങനെ കൈ കാണിച്ച് ഈ കൊച്ചുമോൻ ആ മമ്മിയുടെ കൈ കാണിച്ചതിന് ശേഷം ഈ കൊച്ചുമോനും കൊച്ചുമോനും കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ഒന്ന് ചുളുക്കി, എന്നിട്ട് അതിലുള്ള കയ്യിലുള്ള വരയെ കൂടിയൊക്കെ അദ്ദേഹത്തിന്റെ കരമൊക്കെ ഓടിച്ചു. മുഖം കണ്ടപ്പോ തന്നെ ഈ കൊച്ചുമോന് തോന്നി, എന്റെ കയ്യിലൊന്നും ഗുണമായിട്ടൊന്നും ഇല്ല എന്ന് തോന്നി. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അന്നത്തെ കാലത്ത് ഇദ്ദേഹം ജനിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുൻപേ ആയിരുന്നു, 1946-ലായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ചിലരൊക്കെ വിദേശങ്ങളിൽ പോകുവാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഇദ്ദേഹം ഓർത്തു, ഈ കൊച്ചുമോൻ ഓർത്തു, ഞാനും വിദേശത്ത് പോകണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം കൈ നോക്കിയിട്ട് പറഞ്ഞു, ഈ കയ്യിൽ ഒരു ഗുണവും ഇല്ല, നന്നാവൂല്ല എന്ന് പറഞ്ഞു.
The fortune teller looked his palm and said, there's nothing good in him and he's not going to succeed in his life. അത് കേട്ട ഉടനെ കൊച്ചുമോന് ഭയങ്കര സങ്കടമായി. ഇനി എന്നെ കൊണ്ട് എന്തിനു കഴിയും? വാട്ട്സ് ദി യൂസ് ഓഫ് മൈ ലൈഫ്? വൈ ഷുഡ് ഐ ലീവ്? അന്ന് തുടങ്ങി ഭയങ്കര നിരാശയായി. പക്ഷെ കൈനോട്ടക്കാരൻ പറയുന്നതാണോ നമ്മുടെ ഭാവി? ഈസ് ആ future based on what a palm reader says? No. God has special plan for each and every one for us. അത് നമുക്ക് കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ വിശ്വസിച്ചു വരുന്ന, യേശുവിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ മഹത്തായ വലിയ പദ്ധതി ദൈവത്തിന് ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ കൊച്ചുമോന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്. നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്ത് യേശുവിനോട് എന്റെ ഉള്ളിൽ വരുവാനായി പറയുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ ഭാവിയെ കുറിച്ചുള്ളതായിട്ടുള്ള പദ്ധതികൾ അൺഫോൾഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഉദാഹരണമുണ്ട് വേദപുസ്തകത്തിൽ. അപ്പോസ്തലനായ പൗലോസ്, Paul the apostle, he was running behind those who were loving Jesus to kill them, to imprison them, to persecute them. But when he gave his life to Jesus, God unfurled his future, his destiny. ദൈവം അവന്റെ ഭാവി എന്താണെന്ന് കാണിച്ചു കൊടുത്തു. പക്ഷെ ഈ കൊച്ചുമോന് അതൊന്നും അറിയില്ല. അതെ, ഈ കൊച്ചുമോന്റെ പേരെന്താന്ന് അറിയാമോ? ആ കൊച്ചുമോന്റെ പേര് രവി എന്നാണ്. എന്താ പേര്? ഒന്നുകൂടെ പറഞ്ഞേ. രവി എന്നാണ്. അതിന്റെ ബാക്കി ഒരു പേരും കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഈ കൊച്ചുമോൻ അങ്ങനെ ആകെ നിരാശനായി. അന്നു മുതൽ അവന് പഠിക്കാനായിട്ട് ഇഷ്ടമില്ല, അവന് സ്കൂളിൽ പോകാൻ ശ്രദ്ധിക്കാനായിട്ട് ഇഷ്ടമില്ല. He was not listening in the class. He was not interested to go to school. He always said, what's the use of learning? That man who read my palm said, there's no goodness in me. I don't have a future. I can't go abroad. So why should I learn? That was his heart's cry. ഒരു പഠിക്കാൻ ഇഷ്ടമില്ലാതെയായി. എന്നാൽ ഈ കൊച്ചുമോന്റെ ജീവിതത്തിൽ വീട്ടിൽ തന്നെ ഒരാള്, എന്നാൽ ഈ രക്ഷന്റെ പദ്ധതിയെ കുറിച്ചായിട്ടുള്ള അറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വല്യപ്പച്ചനെയോ വല്യമ്മച്ചിയോ അറിയാമായിരിക്കും, ഗ്രാൻഡ് മദറിനെ അറിയാമായിരിക്കും. പക്ഷെ ആർക്കൊക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ അറിയാൻ കഴിയും? പപ്പയുടെ മമ്മിയുടെ മമ്മിയെ അറിയാം. പപ്പയുടെ മമ്മിയോ അല്ലെങ്കിൽ പപ്പയുടെ മമ്മിയുടെ മമ്മിയോ ആർക്കെങ്കിലും അറിയാൻ കഴിയുമോ? ഗ്രേറ്റ് 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 ഗ്രാൻഡ് മദറിനെ അറിയുമോ? അതറിയാൻ ഒട്ടും സാധ്യതയില്ല, അല്ലെ? എന്നാൽ ഈ മോന് ഒരു ഗ്രേറ്റ് 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 ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ആ ഗ്രാൻഡ് മദർ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു. 5 സഹോദരങ്ങളുണ്ട്. അവർ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഒരു മിഷണറി ഉണ്ടായിരുന്നു. ആ മിഷണറിയുടെ പേര് ബോസ്നിയർ എന്നായിരുന്നു. ആ മിഷണറിയെ യാദൃശ്യ ഒരു ദിവസം വഴിക്ക് വെച്ച് കണ്ട സമയത്ത് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെ കുറിച്ചും ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നതിനെ കുറിച്ചും ലൂക്കോസ് 19:10 പറയുന്ന പോലെ കാണാതെ പോയിരിക്കുന്ന നമ്മയൊക്കെ തിരഞ്ഞു രക്ഷിക്കാനാണ് യേശു വന്നതിനെ കുറിച്ചും സൺ ഓഫ് മാൻ came to seek and save the lost എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായി. അത് കേട്ടപ്പോൾ ഈ വലിയ 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 അമ്മച്ചി, ആ അമ്മച്ചിക്ക് ഒരു പേരുണ്ട് കേട്ടോ, ബാലിമണി എന്നാണ് പേര്. ആ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം തോന്നി, ഈ പറയുന്ന യേശുവിനെ കുറിച്ചുള്ള കാര്യം സത്യമാണ്, അത് വിശ്വസിക്കണം. അതിന് ശേഷം വീട്ടിൽ പോയി പറഞ്ഞു, ഞാൻ ബോസ്നിയർ എന്ന് പറയുന്ന ഒരു മിഷണറിയെ കണ്ടു. അദ്ദേഹം ഒരു വേദപുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്ത് എനിക്ക് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന, പുതിയ ജീവിതം നൽകുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു. Her name is Balimani. She was a great 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 grandmother of Revi, and she came across a missionary whose name was Bosnia, and he had shared the gospel to her. And she went to her home and said, I saw a missionary in the town, and he shared about a man who is able to save us from our sins. And I feel that I should trust in Jesus. എനിക്ക് തോന്നുന്നത് ഈ യേശുവിൽ വിശ്വസിക്കണമെന്നാണെന്ന് സഹോദരന്മാരോടും പപ്പയോടും മമ്മിയോടും പറഞ്ഞു. അവർക്കത് കേട്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആകെ പ്രയാസപ്പെട്ടു.
ഈ ബാലിമണിയോട് പറഞ്ഞു, ഇനി മേലാൽ എങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ നിന്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കുന്നു. അയ്യോ, ഞാനൊന്നും പോകുന്നില്ല, പക്ഷെ എനിക്ക് ഒരു അവസരം തരണം. ആ ബോസ്നിയറുടെ അടുത്ത് ഞാൻ വീണ്ടും ചെല്ലാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വരെ പോയി ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്ന് പറയാനായിട്ട് ഒരു അവസരം വേണമെന്ന് ഈ ബാലിമണി ചോദിച്ചു. അങ്ങനെ അവർ അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പോൾ ഇദ്ദേഹം, ഈ ബാലിമണി ഇവരുടെ വീട്ടിൽ പോയി. ഷീ ജസ്റ്റ് cried out to the brothers and father and mother, saying that please give me one chance so that I would keep my word. I had promised him that I'll promise the missionary that I will go, I'll come back again. I'll just go to the missionary and say I will never come back because my parents are not allowing. So just give me one chance. And his brothers agreed to it, and she had gone back to the missionary just to say I will not be coming back again. But what happened was that God had a purpose in the life of Balimani. As soon as she entered the house of this missionary and she was talking there about his brother's reaction, about a parent's reaction, a man from a village came and said, there is cholera in the village and no one is supposed to go anywhere. At present we have quarantine, isn't it? Because of a minute virus that causes the disease called COVID. But in those days, there was a still terrific disease, and the name of the disease was cholera. അന്നത്തെ കാലത്ത് കോളറ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ബാധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ മരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഗ്രാമമായി ഇല്ലാതെ പോകുമായിരുന്നു. അതിന് തടയുവാനായി അക്കാലത്തും ഉണ്ടായിരുന്നു ക്വാറന്റൈൻ. അങ്ങനെ ഇവരോട് ക്വാറന്റൈനിൽ പാർക്കണം എന്ന് പറയാനായിട്ട് ഒരാള് വന്നു. ആകെ ബാലിമണിക്ക് സങ്കടമായി. ഞാൻ എന്റെ സഹോദരന്മാർ എന്നെ ദേഷ്യപ്പെടും. അയ്യോ, പക്ഷെ വീട്ടിലോട്ട് പോകാനും പറ്റില്ല. ബോസ്നിയർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ദൈവത്തിന്റെ പദ്ധതി നിന്നെക്കുറിച്ച് ഇതായിരിക്കും. അന്നത്തെ കാലത്തൊക്കെ വെള്ളത്തിനൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നല്ല സോഴ്സസ് ഒന്നും ഇല്ല. അവര് പൊതുവായിട്ടുള്ള കിണറ്റിൽ നിന്നൊക്കെ ആയിരിക്കും വെള്ളം കുടിക്കുന്നത്. അത് തിളപ്പിച്ച് ആറിച്ച് ഫിൽറ്റർ ഒന്നും ചെയ്യാതെ ആയിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് കോളറ പോലത്തെ അസുഖങ്ങൾ പടരാൻ വളരെ എളുപ്പമായിരുന്നു. In those days, people were using open wells to drink water, to fetch water, and those water were not boiled properly for cooking, and mostly they used to wash clothes also nearby. So diseases like cholera and all could spread fast. And now they all wanted to be in quarantine. And this girl, Balimani, had an opportunity. God provided an opportunity to stay at Bosnia, and he was able to teach her what the gospel is. In fact, gospel is Jesus Christ. He came to earth from heaven, living all the pleasures of being with the Father, just for your sins, for my sins. He was crucified for none of his mistakes, but for your mistake, for what he did. നീയും ഞാനും ചെയ്യുന്ന തെറ്റുകൾക്ക് വേണ്ടി യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു. യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ യേശു ശുദ്ധീകരിക്കും. ബൈബിൾ സേസ്, if we confess our sins, Jesus is just and righteous to forgive our sins. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മെ നീതീകരിക്കാൻ. അങ്ങനെ ബാലിമണി അവിടെ താമസിച്ച ദിവസങ്ങളിൽ അവര് ഒരു പുതിയ സൃഷ്ടിയായി വന്നു. ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇനി വീട്ടിൽ കയറണ്ട. അങ്ങനെ പറഞ്ഞു തിരിച്ച് പറഞ്ഞു വിട്ടു. ബോസ്നിയറിന്റെ അടുക്ക വന്ന് അവർക്ക് ബാലിമണി സക്രിയാസ് എന്നുള്ളതായിട്ട് ഒരു പേരും ആ മിഷണറി കൊടുത്തു. അങ്ങനെ ഈ സ്ത്രീയിൽ നിന്ന് സ്ത്രീയുടെ മകൾക്കും മകളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കൊക്കെ എല്ലാവരുടെയും പേരിന്റെ 2ാം പേരായി സക്രിയാസ് എന്ന് പറഞ്ഞാൽ പേരുകൂടെ കിട്ടി. ഒരു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞു കാണും ആരുടെ കഥ ഈ പറഞ്ഞു വരുന്നതെന്ന്. രവി സക്രിയാസ് എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ ജീവിതാനുഭവമാണ്. രവി സക്രിയാസ് ആണെങ്കിലോ ഇതൊന്നും അറിയാതെ കൈനോട്ടക്കാരൻ പറഞ്ഞു കേട്ടിട്ട് ആകെ നിരാശയായി പഠനമൊക്കെ ഉപേക്ഷിച്ച് വെറും കളിയിൽ തന്നെ സമയം ചിലവഴിക്കാൻ ഇടയായി. രവി സക്രിയാസ് ചെറുപ്പത്തിലെ 4 മണിക്കൂറോ 5 മണിക്കൂറോ എത്ര മണിക്കൂർ വേണമെങ്കിലും ക്രിക്കറ്റ് കളിക്കാനായിട്ട് ചെലവഴിക്കും. കാരണം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് സമയം കളയാമെന്ന്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഗ്രേഡ്സ് ഒക്കെ താഴോട്ട് വന്നു.
പഠനത്തിലെ മാർക്കൊക്കെ താഴോട്ട് വന്നു. വീട്ടിൽ മാർക്കും കൊണ്ട് ചെല്ലുമ്പോൾ പപ്പ നല്ല ചുട്ട അടി കൊടുക്കും, നിന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല, ഈ ഗ്രേഡ് ഒക്കെ കിട്ടിയാൽ മതി, വാട്ട്സ് യൂസ് ഓഫ് ദീസ് മാർക്സ്, യു ആർ നോട്ട് ഗോയിങ് ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്, യു ആർ എ ഫെയിലിയർ. ഇങ്ങനെ നാശം പിടിച്ച കൊള്ളരുതാത്ത വാക്കുകൾ മാത്രമേ ഈ കൊച്ചു പയ്യനോട് അവന്റെ പപ്പ പറയാൻ. ഇതൊക്കെ കേട്ട് ഇവൻ ആകെ കഷ്ടത്തിലായി. പഠിക്കാൻ പുസ്തകം എടുത്തു വെക്കും, പക്ഷെ യാതൊന്നും കഴിയുകയില്ല. അങ്ങനെ ഒരു ദിവസം അവൻ ഓർത്തു, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. He was so depressed. He thought, what should I do? Why should I live? What's the reason in my life for my life? Better I commit suicide. And he used a mean by which he could commit suicide, but it was unsuccessful and he was admitted to hospital. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആത്മഹത്യ പ്രശ്നപരിഹാരമായിരുന്നില്ല. വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം തന്ന ജീവൻ ദൈവമാണ് എടുക്കേണ്ടത്, അല്ലാതെ നമുക്കുള്ള അധികാരമല്ല എന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ ആത്മഹത്യ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. കാരണം അത് നമ്മുടെ പാപാവസ്ഥയിൽ തന്നെ നമ്മെ മരിപ്പിക്കുകയും അത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ, നിത്യ നരകത്തിലേക്ക് പോകുവാൻ കാരണമായി തീരും. ഏതായാലും ഈ മോൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, ആശുപത്രിയിൽ അഡ്മിറ്റായി. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ സമയത്ത് യൂത്ത് ഫോർ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഒരു വർക്കർ, ഒരു മിഷണറി വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പറ്റി? അവന്റെ അമ്മ പറഞ്ഞു, എന്റെ മോൻ ജീവിക്കാൻ മടിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, ബിക്കോസ് ക്രൈസ്റ്റ് ലീവ്സ്, ഞാൻ ജീവിക്കും, യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും എന്നുള്ളതായിട്ടുള്ള വാക്യം 14-19 വാക്യം അദ്ദേഹം എടുത്ത് കാണിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ രവി സക്രാസിനോട് പറയുകയും അവിടെ വെച്ച് രവി സക്രാസ് തന്റെ ഹൃദയം യേശുവിനെ സമർപ്പിക്കുകയും ചെയ്തു. യേശുവിന് സമർപ്പിച്ചത് ആ സമയം തുടങ്ങി രവി സക്രാസിന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ജീവിക്കാൻ ഒരു അർത്ഥം ലഭിക്കാനായിട്ട് തുടങ്ങി. പഠനം അനുഗ്രഹമായി മുന്നേറി. വേദപുസ്തക പഠനത്തിൽ വളരെ ശുഷ്കാന്തി ലഭിക്കാനായിട്ട് ഇടയായി. He was able to know Jesus Christ on that hospital bed. When the missionary Fred said about Lord Jesus Christ, it changed his life. It gave him new vision about his future. He came to know that Jesus wants him, and Jesus wants to have a better future for him. And thereby, he had a good interest in learning at school and also to learn from the Bible. What happened? അതിനുശേഷം എന്തായെന്ന് അറിയാമോ? ഇവന്റെ സ്കൂൾ ഗ്രേഡ്സ് ഒക്കെ, അവന്റെ കോളേജിലെ ഗ്രേഡ്സ് ഒക്കെ വളരെ നന്നായി പോകാനായിട്ട് ഇടയായി. ആളുകൾ നോക്കി പറയാൻ തുടങ്ങി, ഈ രവിക്ക് എങ്ങനെ മാറുവാനായിട്ട് ഇടയായി? രവി പറഞ്ഞു, യേശു എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് എനിക്ക് മാറ്റമുണ്ടായി. ഈ രവിയെ കുറിച്ച് കൈനോട്ടക്കാരൻ പറഞ്ഞത് എന്താന്ന് ഓർക്കുന്നോ? ആരും വിദേശത്ത് പോകാൻ കഴിയുകയില്ല, ഭാവി ഉണ്ടാകുകയില്ല. പക്ഷെ ദൈവം രവിക്ക് വേണ്ടി നിശ്ചയിച്ചത് അതൊന്നും അല്ലായിരുന്നു. രവി യൂത്ത് ഫോർ ക്രൈസ്റ്റുമായിട്ടുള്ള സംഘടനയിൽ ചേർന്ന് വളരെ നന്നായി വേദപുസ്തകം പ്രസംഗിക്കാൻ തുടങ്ങി, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് പപ്പ ഒരു നല്ല വർത്തമാനമായിട്ട് വന്നു. കാനഡയ്ക്ക് പോകുവാനായി അവനും അവന്റെ രവിക്കും രവിയുടെ സഹോദരനായുള്ള അജിത്തിനും വിസ കിട്ടിയിരിക്കുന്നുവെന്ന്. അങ്ങനെ കാനഡയിലേക്ക് ചേക്കേറി ഒന്റാരിയോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടുത്തെ പള്ളിയിൽ ചേർന്നു. അവിടെ പള്ളിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. മിഷണറി പ്രവർത്തനം നടത്താൻ തുടങ്ങി. ഈ രവി സക്രായസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കൈനോട്ടക്കാരൻ ഒരു ഭാവിയും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ രവി സക്രായസിന് 30-ൽ പരം പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം കൃപ നൽകി. ലോകപ്രസിദ്ധനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. രവി സക്രായ മിനിസ്ട്രീസ് എന്ന് പറയുന്ന RZM എന്ന് പറയുന്ന വലിയ ബഹുത്തായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാനായി അതിലൂടെ ഇടയായി തീർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ, യേശുക്രിസ്തുവിന് എതിരായി വരുന്ന എല്ലാ തർക്കങ്ങൾക്കും എതിരെ സംസാരിക്കാൻ തക്കണം യോഗ്യനായിട്ട് ഒരു പുരുഷനായി ദൈവം മാറ്റി. അദ്ദേഹം ലോകപ്രസിദ്ധനായി തീർന്നു. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച്. കഴിഞ്ഞ മെയ് മാസം 2020 മെയ് മാസത്തിലാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വ്യൂവേഴ്സ് തന്നെ ധാരാളമാണ്. കാരണം അദ്ദേഹം അത്ര പ്രസിദ്ധനായി തീർന്നു. ഈ കാലത്ത്, ക്വാറന്റൈൻ കാലത്തും ദൈവത്തിന് നിങ്ങളെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. ഒരുപക്ഷെ സ്കൂളിൽ പോകാൻ കഴിയാതവണ്ണം ഇരുന്ന് മടുത്ത് കാണുമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ഓടി നടക്കാൻ കഴിയാതവണ്ണം
വീട്ടിലിരുന്ന് ആകെ കഷ്ടത്തിലായി കാണും. പക്ഷെ ഇതിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അന്ന് ക്വാറന്റൈൻ വന്നത് ബാലിമണിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ ഇന്ന് ക്വാറന്റൈനും നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതിൽ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ന് ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ ബോർഡായി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് സുവിശേഷവുമായി എത്തുവാനായിട്ടുള്ള ഒരു മുഖാന്തരമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് രവി സെക്രിയാസ് തന്റെ കുഞ്ഞു ഹൃദയത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവന്റെ ജീവിതത്തിന് അർത്ഥവും മാനവും ഭാവിയും നൽകിയെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. If Ravi Zacharias could find purpose in his life, if Ravi Zacharias could find there is a fortune in his life through believing in Lord Jesus Christ, Jesus wants you also to give your life to Jesus Christ. If any one of you are so sad, if any of you are so depressed, God is there seeking you at the place where you are sitting. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ചു വരുന്നുണ്ട്. മകനെ, നിന്റെ കുഞ്ഞു ഹൃദയം എനിക്ക് തരാമോ? രവി സക്രായസ് തന്നതുപോലെ നിന്റെ കുഞ്ഞു ഹൃദയം എനിക്ക് തരാമോ? ആ ശമര്യക്കാരത്തി എനിക്ക് ഹൃദയം തന്നതുപോലെ നിന്റെ ഹൃദയം എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം യേശുവിനോട് തുറന്നു കൊടുക്കാമോ? യേശുവിനോട് പറയാമോ, Jesus, I want you to take control of my heart. You come in me and show me what I should do in my life. ദൈവമേ, നീ എന്റെ ഉള്ളിൽ വന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, എന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് പറയാമോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി, ഈ ജീവിതാനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ വീട്ടിൽ സൗകര്യമുള്ള സമയത്ത് രവി സക്രായാസ് എന്ന് പറഞ്ഞാലുള്ള പേര് അടിച്ചു നോക്കി ഗൂഗിളിൽ വരുന്നതായിട്ടുള്ള രവി സക്രായയുടെ ജീവചരിത്രം ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണുവാൻ ഇടയായതോർത്ത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുവാൻ ഇടയായതോർത്തുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അനുഗ്രഹീതമായ നിലയില് ഒരു മിഷണറി സ്റ്റോറി, ആനുകാലിക മിഷണറി സ്റ്റോറിയാണ് നമുക്ക് കണ്ടംപററി ഒരു മിഷണറിയെ സംബന്ധിച്ചാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. മിസ്റ്റർ രവി സക്കറിയ, അദ്ദേഹം വളരെ ഇന്റർനാഷണൽ ലെവലിൽ അനേകമായ ശുശ്രൂഷകൾ അനേക കർത്താവിലേക്ക് ആദായപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്നും ഈ രക്ഷയുടെ അനുഭവത്തിൽ മുമ്പോട്ട് കടന്നുപോയി ഏറ്റവും ശ്രേഷ്ഠവും ധന്യമായ അനുഭവത്തിൽ നിലനിന്ന് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു. നമ്മുടെയും ജീവിതം കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഏറ്റവും ശോഭനകരമാക്കി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ തുടർന്നുള്ള നാളുകളെ നോക്കി പാർക്കാം. നമ്മുടെ പഠനത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ദൈവ ആശ്രയത്തോടെ ഇന്ന് നമ്മൾ ഒരു പാടിയ ഓർത്തതുപോലെ നമ്മൾ കർത്താവിൽ ഒരു പുതിയ സൃഷ്ടി ആയതുപോലെ നമ്മെ തേടി വന്ന കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ ദിവ്യമായ പദ്ധതിயின் കീഴിൽ ഞാനും നിങ്ങളും ചേർന്ന് വരുമ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ച് അനേകരോട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അവസരമുണ്ട്. ആകയാൽ അതിന് ഇവാഞ്ചലിക സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങൾ പഠിച്ച വിധമായ നിലയിൽ ജോലി കാര്യങ്ങളിലൊക്കെ ഏതെല്ലാം മേഖലകളിൽ കടന്നു പോയാലും അവിടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളിൽ കൂടെ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരണം ചെയ്ത എല്ലാവരെയും ഓർത്ത്, പ്രത്യേകിച്ച് പ്രിയ മർക്കോസച്ചൻ കാണിച്ച ആ നേതൃപാടകത്തെ നന്ദിയോടുകൂടെ സ്മരിച്ചുകൊണ്ടും, അതുപോലെ ഇന്ന് മറ്റ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി തന്ന വിൻസൻ തോമസ് അച്ഛൻ, ഷിബു കെ ജി സുവിശേഷകൻ, അതുപോലെ ധന്യ ടീച്ചർ എന്നിവരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനി അനുഗ്രഹീതമായ ആലോചനയോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തുവല്ലോ. തിരുമേനിയോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കൂടിക്കാണുവാൻ ഒരു വേദി ഒരുക്കി തന്നതായ പ്രിയ വിജി തോമസ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും ബോർഡിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ അവരവര് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തക്കതായ ആലോചനകൾ ഈ നാളുകളിൽ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അതുപോലെ അച്ഛന്മാര് പലരും തങ്ങളുടേതായ മക്കളോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ ഇന്ന് സംബന്ധിച്ചു. അവരെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ്. അമേരിക്കയിൽ നിന്ന് എം വി എബ്രാച്ചന് ഇതില് സംബന്ധിച്ചു. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള അപ്പച്ചന്മാര് സഭയുടെ ഗമനത്തെ വീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉത്സാഹവും
നമുക്ക് വേണ്ട ശക്തിയും പകരുന്നു. അവരുടെ പ്രതീക്ഷകൾക്കൊത്തുയരുവാൻ നമുക്കും ഈ കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ ഇതിൽ സംബന്ധിച്ച പിതാക്കന്മാരെ, മാതാക്കളെ, അതുപോലെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ഈ സമയത്ത് നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ബോർഡിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡിന്റെ വരവ് ചെലവ് കാര്യങ്ങളിലൊക്കെ വലിയ മാന്യത നേരിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അതിന്റെ തുടർമാനമുള്ള പ്രവർത്തനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് നൽകി സഹായിച്ചാലും പ്രത്യേകിച്ച് ഈ സമയം വിൻസെന്റ് തോമസ് അച്ഛൻ ഒരു പാട്ട് പാടി, അതിനെ തുടർന്ന് തോമസ് തോട്ടത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കും. നമ്മുടെ ബോർഡ് ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനി ആശീർവാദം പറയുകയും ചെയ്യും. തിരുമേനി ലൈനിൽ വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പഠിച്ച പാട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പാടാം. അതിന്റെ ഷെയർ ചെയ്തപ്പോൾ വീഡിയോ ആരും കണ്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആക്ഷൻ പഠിക്കാനായിട്ട് ദൈവം ഇനി അവസരം തരും, നമ്മളത് പഠിക്കും. ഇപ്പോൾ ആ പഠിച്ച പാട്ട് വളരെ അത്ഭുതമായ പാട്ടാണ്. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയത്. ഓൾഡ് ഹാസ് പാസ്ഡ് അവേ, വി ആർ എ ന്യൂ ക്രീച്ചർ നൗ. നമ്മുടെ പുതിയ സൃഷ്ടിയായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ഈ കോവിഡിന്റെ കാലയളവുകളിൽ കർത്താവിനോട് ഏറെ അടുക്കുവാനായിട്ട് കം ക്ലോസ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ അടുക്കലേക്ക്, പാദപീഠത്തിലേക്ക് ഏറെ ചേർന്ന് വരുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരേപോലെ ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ നൽകി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം ഈ പാട്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയതു കഴിഞ്ഞു പോയി, ഇത സകലതും പുതുതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, പഴയതു കഴിഞ്ഞു പോയി, ഇത സകലതും പുതുതായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. यदि कोई मसीह में है तो वो नई सृष्टि है, पुरानी बातें बीत गई, सब बातें नहीं हो गई. यदि कोई मसीह में है तो वो नई सृष्टि है, पुरानी बातें बीत गई, सब बातें नहीं हो गई. हालेलुया 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 हालेलुया. പ്രാർത്ഥിക്കുന്നതാണ് സമാപന പ്രാർത്ഥന. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട തോമസ് എബ്രഹാം ചാക്കോ തിരുമേനി ആശീർവാദം പറയുന്നതുമാണ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സുവിശേഷ പ്രവർത്തന ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ നടന്ന ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി പര്യവസാനിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബഹുമാനയുടെ എബ്രഹാം ചാക്കോ തിരുമേനിയും സാം കുര്യനച്ഛനും മർക്കോസ് അച്ഛനും വിൻസെന്റ് തോമസ് അച്ഛനും ബഹുമാനയുടെ ഷിബു ബ്രദറും ചേർന്ന് സന്യാ ടീച്ചറും ചേർന്ന് ഇവിടെ ചെയ്തെടുത്ത നല്ല നേതൃത്വത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
സുവിശേഷ പ്രവർത്തന ബോർഡിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹകരമായി നടക്കുവാനുള്ള അവസരങ്ങളെ അവിടുന്ന് കൊടുത്തു. തുടർന്നും പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കേണ്ടത് ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ വേലകളെയും സ്വർഗത്തിലെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബോർഡിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാനിക്കുന്ന ദൈവം ഈ ദിവസങ്ങൾ ബോർഡിന്റെ ആവശ്യങ്ങൾക്കായി കൈകളെ നീട്ടുന്ന പ്രിയമുള്ളവരെ ഒരുക്കുകയും ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായി നടക്കുവാൻ വേണ്ട സാവകാശങ്ങൾ എല്ലാ ജീവിതങ്ങളിൽ ബോർഡിൽ ലഭിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയമുള്ളവരെയും ഇന്ത്യയിലും ബാഹ്യ ഇന്ത്യയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും മറ്റു പ്രിയമുള്ളവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കാണിച്ച ഈ മനസ്സിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയട്ടെ. തുടർന്ന് ഇപ്രകാരമുള്ള മീറ്റിങ്ങൾ ക്രമീകരിക്കുവാൻ, അനുഗ്രഹകരമായ ശുശ്രൂഷയുടെ കുഞ്ഞുങ്ങളെ നേടിയെടുക്കുവാൻ, കർത്താവ് യേശു ക്രിസ്തുവിലാകുവാനും യേശു ക്രിസ്തുവിനോട് പുതിയ സൃഷ്ടിയാകുവാനും കർത്താവ് യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ട വ്യാലോചനയും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനെ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ പഠിപ്പിക്കാൻ എത്രയും ഉപയോഗിച്ചതിനായി സ്തോത്രം. ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ പ്രിയ സഹോദരനോട് കാണിച്ച് കരുതലിനായി സ്തോത്രം. നല്ലൊരു കഥ പ്രിയ അച്ഛനിലൂടെ കേൾക്കുവാൻ ഇടിയാക്കിയതിനായി സ്തോത്രം. കർത്താവ് നല്ലൊരു കഥ പ്രിയ ടീച്ചറിനോട് കേൾക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇവിടെ ചെയ്ത വിശ്വാസങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ഞങ്ങളെ സ്തുതിക്കട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ ചിന്തകളൊക്കെ ഇരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള അവകാശങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിക്കൊടുത്ത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും ബോർഡിന്റെ നേതൃത്വത്തെയും അനുഗ്രഹിച്ചു കൊള്ളണം എന്നും ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എല്ലാ മാനവും അംഗീകരിച്ചു യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷ നാം കേട്ട സന്ദേശത്തോടും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയവരോടും പങ്കാളിത്തം വഹിച്ച കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എന്തെങ്കിലും കോമൺ ആയിട്ട് പറയണമെങ്കിൽ മർക്കോസിന് ഇപ്പം പറയാം. വെബിനാർ റീച്ച് ഔട്ട് എന്നുള്ള പ്രോഗ്രാമിൽ സംബന്ധിച്ച എല്ലാ കുഞ്ഞുങ്ങളോടും അതിനെ സഹായിച്ച മാതാപിതാക്കളോടും സൺഡേ സ്കൂൾ അധ്യാപകർ, ഓർഗനൈസേഴ്സ്, ബോർഡ് മെമ്പേഴ്സ്, അച്ഛന്മാർ, സുവിശേഷകർ, സേവനിമാർ, അങ്ങനെ എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും അടുത്ത ഞായറാഴ്ച 5 മണിക്ക് തന്നെ ഇതേ പ്രോഗ്രാം ഇതുപോലെ തന്നെ ഇതിനായിട്ട് കുറച്ചുകൂടെ മെച്ചമായി നടത്തുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്നേഹിതരോട് ഈ വിവരം അറിയിക്കും. നേരത്തെ തന്നെ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ ക്രമീകരണം ചെയ്യും. ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന അബാധകളൊക്കെ മാറി നന്നായി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. We hope to conduct this program regularly on every Sunday evening, if God helps us. And I would like if you felt that this program is good and worthwhile, just share about this program to other kids as well. God bless you all. സഹകരിച്ച എല്ലാവരോടും ബോർഡ് ചെയർമാൻ, ബിഷപ്പ്, ബാക്കി എല്ലാ അച്ഛന്മാരോടും എല്ലാവരോടുള്ള നന്ദി, പ്രത്യേകിച്ച് ഇതിന്റെ ചുമതല നൽകിയായിട്ടുള്ള കുര്യൻ സാം അച്ഛനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അവർക്ക് സഹായിക്കും. അച്ഛാ, ക്ലാസ്സുകളെ സംബന്ധിച്ചൊരു നമ്മുടെ ബോർഡിന്റെ തീരുമാനം എന്താണെന്നുള്ളതൊന്ന് അച്ഛൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒന്ന് അനൗൺസ് ചെയ്തായിരുന്നു. ഈ വർഷം സൺഡേ സ്കൂൾ പരീക്ഷകൾ നടത്തുന്നതായിരിക്കും. ചോദ്യം നമുക്ക് തിരുവല്ലയിൽ നിന്ന് തന്നെ ലഭിച്ചു തരും. പക്ഷെ സൺഡേ സ്കൂൾ എക്സാമിന്റെ ഇവാലുവേഷൻ നടത്തുന്ന അതത് ഇടവുകളായിരിക്കും. എന്നിട്ട് സമ്മാനവും ഇടവുകൾ തന്നെ നൽകും. കേന്ദ്രീകൃതമായി നിങ്ങളുടെ പേപ്പർ തിരുവല്ലയിൽ വന്നിട്ടുള്ള കറക്ഷൻ ചെയ്യുന്നതായിട്ടുള്ള രീതി ഈ വർഷം ഉണ്ടാകുകയില്ല. സൺഡേ സ്കൂൾ ക്ലാസ്സസിനെ കുറിച്ചുള്ളതായിട്ടുള്ള വീഡിയോസ്, സൺഡേ സ്കൂൾ ഓരോ വകുപ്പിന്റെയും സെക്കൻഡ് ക്വാർട്ടർ തുടങ്ങിയുള്ള വീഡിയോ ലെസൺസ് യൂട്യൂബിൽ അടുത്ത ആഴ്ച തുടങ്ങി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതും കാണാവുന്നതായിരിക്കും. മലയാളത്തിലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ സാവകാശമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സഹകരിച്ച എല്ലാവരോടും വീണ്ടും വലിയ നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. Thank you, Tirumeni. Take care.